ദൈവത്തിൻ്റെ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരും കരുതുന്നത് ഉപവാസത്തിലാണ് അത്ഭുതം സംഭവിക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ ഉപവാസത്തിലല്ല അത്ഭുതം സംഭവിക്കുന്നത്. ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉയർച്ച സംഭവിക്കുവാനാണ് ഉപവാസം എടുക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ പാപത്തിൻ്റെ കോട്ടങ്ങൾ കടന്നു വരുമ്പോൾ, താഴ്ചയുടെ കോട്ടങ്ങൾ കടന്നു വരുമ്പോൾ, അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തി പ്രാപിക്കുവാനാണ് ഉപവാസം എടുക്കുന്നത്. പലപ്പോഴും നമ്മുടെ മുറ എന്ന് പറയുന്നത് ഉപവാസത്തിലാണ് അത്ഭുതം നടക്കുന്നതൊരു ചിന്താഗതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഉപവാസ പ്രാർത്ഥന വയ്ക്കുകയും അതിൽ അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളാണ് ധാരാളമുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഉപവാസ പ്രാർത്ഥനകളിൽ നാം ചിന്തിക്കുന്നത് പോലെ അത്ഭുതം നടക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഉപവാസം എന്ന് പറയുന്നത് അത്ഭുതത്തിൻ്റെ കാരണമല്ല. പകരം ഉപവാസം നമ്മുടെ ആത്മീയ തകർച്ചയെ ഉയർത്തുവാൻ, ആത്മീയ പരിശോധന നടത്തുവാൻ, ആത്മീയ ജീവിതത്തിൽ ഉന്നമനം നടത്തുവാനാണ് ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസം അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. പിശാചിൻ്റെതായ പരീക്ഷണങ്ങളുടെ നടുവിൽ ജയിക്കുവാൻ, നിന്റെ ആത്മീയ ജീവിതത്തെ ഉയർത്തുവാൻ ഉപവാസം ഉപയോഗപ്പെടുകയാണ്. എന്നാൽ അത്ഭുതം നടക്കുന്നത് എങ്ങനെയാണ്? വ്യക്തമാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 43 മുതൽ 47 വരെയുള്ള അവസാന വാക്യം വരെ വായിക്കുമ്പോൾ വ്യക്തമാണ് ഉപവാസം നടക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാർ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസ്തർ എല്ലാവരും ഒരുമിച്ചിരുന്നു. സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതെല്ലാം ഏവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കുകയും കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ അത്ഭുതം നടക്കുക, ധാരാളം അത്ഭുതം നടക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവരെല്ലാം വളരെയധികം ഭയപ്പെടുകയാണ്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് കണ്ടിട്ട് കാണുന്നവരെല്ലാവരും ഭയപ്പെടുകയാണ്. പക്ഷെ അത്ഭുതം നടക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? കൂട്ടായ്മ എന്ന ഒരു വലിയ പ്രതിഭാസം അവിടെ നടക്കുക. പൊതുമുതലെല്ലാം അവരുടേതല്ല, ഓരോരുത്തരുടെ മുതലല്ല, അത് പൊതുമുതലാക്കി തീർക്കുന്ന ഒരു അവസ്ഥ അവിടെ കടന്നു വരികയാണ്. കൊണ്ടുവരുന്ന ഭക്ഷണമെല്ലാം ഒരുവന്റെ ഭക്ഷണമല്ല, പകരം എല്ലാവരുടെയും ഭക്ഷണമാണെന്ന് എണ്ണി കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കുകയും അവർ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ അത്ഭുതങ്ങൾ നടക്കാത്തതിൻ്റെ കാരണം കൂട്ടായ്മ ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് പൊതുമുതൽ എന്ന സംവിധാനമേ ഇല്ല. ഇന്ന് അവനവനാണ് മുതൽ. എനിക്ക് കിട്ടിയത് എനിക്ക് മാത്രം, അവന് കിട്ടിയത് അവന് മാത്രം. അങ്ങനെ ഒരു ചിന്താഗതിയുമായി നടക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ നടക്കുന്നില്ല. നമുക്ക് വേണ്ടത് പൊതുമുതൽ എന്ന് എണ്ണുവാൻ തക്കവണ്ണമുള്ള ഒരു കൂട്ടായ്മയാണ്. ഇവിടെ അപ്പോസ്തലന്മാരുടെ കാലത്ത് വിശ്വാസികളുടെ ജീവിതം, അതായത് തലക്കെട്ട് എന്ന് പറയുന്ന വിശ്വാസികളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ കൂട്ടായ്മ ഉള്ളവരായിരുന്നു. അതാണ് പറയുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ. ഒരു കൂട്ടായ്മയുടെ